ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അടിയന്തര യോഗം ചേരുന്നു. ADGP H. വെങ്കടേഷ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി വീണ്ടും പ്രജിത്ത് ചേരുന്നുണ്ട്. പ്രജിത്ത്, എപ്പോഴാണ് ഈ അടിയന്തര യോഗം ചേർന്നു തുടങ്ങിയത്? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചർച്ചയാവുക? അശ്വതി, യോഗം അവസാനിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘം രാവിലെ ADGP H. വെങ്കടേഷ് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയാണ് SITയുടെ പ്രത്യേക യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ്, രണ്ടാമത്തെ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ ചർച്ച നടന്നിരുന്നു. അതോടൊപ്പം തന്നെ മുരാരി ബാബുവുമായി ശബരിമല സന്നിധാനത്ത് തെളിവെടുപ്പ് നടത്തുന്ന കാര്യങ്ങളും ചർച്ചയായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിൽ എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ല. ഏതാണ്ട് 11 മണി വരെ യോഗം ചേർന്നു എന്നുള്ളതാണ്. 11:08 കഴിഞ്ഞതോടെ അന്വേഷണ സംഘം തലവൻ H. വെങ്കടേഷ് SITയുടെ നിർണായക യോഗത്തിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് പോയി. എന്തായാലും അല്പസമയത്തിനകം തന്നെ പോറ്റിയുമായി റാന്നിയിലേക്ക് അന്വേഷണ സംഘം തിരിക്കുമെന്നുള്ളതാണ് നമ്മുടെ വിലയിരുത്തൽ എന്നുള്ളത്. എന്തായാലും ഈ യോഗത്തിൽ എന്തൊക്കെ ചർച്ചകൾ നടന്നു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് ഇപ്പോഴും ഇല്ല. നമുക്ക് പ്രാഥമികമായി ലഭിച്ച വിവരങ്ങൾ അനുസരിച്ചാണ് ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ റാന്നി കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം, നിലവിലുള്ള തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കേസിൽ ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം കവർന്ന കേസിലാണ്. അതിൽ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ശബരിമലയിലെ സ്വർണ്ണ കട്ടളപ്പാളികൾ കവർന്ന കേസാണ്. ഈ കട്ടളപ്പാളികൾ കവർന്ന കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു അന്വേഷണ സംഘം ചർച്ച ചെയ്തിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ തലവനായിട്ടുള്ള ADGP H. വെങ്കടേഷ് അദ്ദേഹം പുറത്തേക്ക് പോയത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി റാന്നിയിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ്. അന്വേഷണ സംഘം അല്പസമയത്തിനൊക്കെ പുറത്തു പോകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. അശ്വതി. യെസ് പ്രജിത്ത്, ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അടിയന്തര യോഗം ചേർന്നു.